അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അലനല്ലൂർ. ഫോൺ 04924 262 427. യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും നോമ്പ് തുറക്കാനുള്ള ഭക്ഷണപാനീയങ്ങൾ ഇത്തവണയും SKSSF കോട്ടോപ്പാടം കൊടക്കാട് യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 14 വർഷവും തുടരുന്ന ഈ പതിവ് കോവിഡ് കാലത്തും ഇവർ നടപ്പാക്കിയിരുന്നു. ഇനിയുള്ള 29 ദിവസവും ദേശീയ പാതയിൽ കൊടക്കാട് സെന്ററിൽ നോമ്പുതുറ സൗകര്യം ഉണ്ടാകും. വൈകുന്നേരം 5:30 മുതൽ ബാങ്ക് വിളിക്കുന്നതുവരെ യാത്രക്കാർക്ക് നോമ്പ് തുറക്കാനാവശ്യമായ വെള്ളവും പഴങ്ങളുമായി ഇനി അവർ 29 ദിവസവും ദേശീയപാതയോരത്തുണ്ടാകും. ദീർഘദൂര ബസ്സുകൾ, ചരക്കുവാഹനങ്ങൾ അങ്ങനെ എല്ലാ വാഹനങ്ങളിലുള്ളവർക്കും വിഭവങ്ങൾ നൽകി വിടും. ധൃതിയില്ലാത്തവർക്ക് വന്നു കഴിക്കാനുള്ള സൗകര്യവും സമീപത്തെ മദ്രസയിൽ ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാർക്ക് മാത്രമല്ല പ്രദേശവാസികൾക്കും നോമ്പ് തുറക്കാനുള്ള സൗകര്യമുണ്ട്. വന്നു കഴിക്കുന്നവർക്ക് പതിവ് വിഭവങ്ങൾ കൂടാതെ സ്പെഷ്യൽ മരുന്ന് കഞ്ഞിയും ചമ്മന്തിയും ഉണ്ടാകും. 4 മണി മുതൽ 5:30 വരെ വീടുകളിലേക്ക് കഞ്ഞി പാഴ്സലായും നൽകി തുടങ്ങും. 14 വർഷമായി ഈ പതിവ് തുടരുന്നുണ്ടെന്ന് SKSSF ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ തങ്ങൾ കൊടക്കാട് പറഞ്ഞു. ഒരുപാട് ഒരുപാട് ചെറുപ്പക്കാർ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. ഒരു 6-6:15 കൂടെ NHന്റെ ഓരങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന വണ്ടികൾക്ക് നോമ്പ് തുറക്കാനുള്ളതാക്കുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുന്നു. അങ്ങനെ എന്തുകൊണ്ടും സ്തുത്യർഹമായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് കൊടക്കാട് ശാഖ SKSF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. കൂടാതെ SKSFന്റെ വിഖായുടെ സ്റ്റേറ്റ് സമിതിയുടെ ആഹ്വാനപ്രകാരം ജില്ലയുടെ പല ഭാഗങ്ങളിലും മേഖലകളിൽ ഇഫ്താർ ടെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുമനസുകളുടെ സാമ്പത്തിക സഹായത്തോടെ ദിവസവും 10,000 രൂപയുടെ വിഭവങ്ങളാണ് ഇവിടെ തയ്യാറാക്കുന്നത്. മസ്ജിദിൽ വരുന്നവർക്ക് മാത്രമായി 14 വർഷം മുന്നേ തുടങ്ങിയ നോമ്പ് തുറയാണ് പിന്നീട് ഈ രീതിയിൽ ദിനംപ്രതി 300-ലധികം ആളുകളിലേക്ക് എത്തിയതെന്ന് വാർഡംഗം CK സുബൈർ പറഞ്ഞു. പള്ളിയിൽ വരുന്ന യാത്രക്കാർക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിയതാണ്. ഇന്ന് 14 വർഷം പൂർത്തീകരിച്ച് 300ഓളം പേർക്ക് നോമ്പ് തുറ ഒരുക്കുന്ന വലിയ ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മണ്ണിൽ നാസർ, CK ഇസ്മായിൽ, മണ്ണിൽ ബാബു, TK റഫീഖ്, മുനീർ മണ്ണിൽ, CK അബി, മുസ്തഫ CK, N അബ്ദുറഹ്മാൻ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്.